പൊതുവെ വെക്കേഷൻ എടുക്കലിൽ വളരെ പിന്നോട്ടാണ് ഞാൻ. ഇങ്ങനെ പ്രോഗ്രാം, ഡാൻസ് ക്ലാസ്, അമ്പലങ്ങൾ, യാത്രകൾ, അങ്ങനെ ഈ യാത്രകൾ ഉണ്ടെങ്കിൽ തന്നെയും അതൊരു പ്ലഷർ ട്രിപ്പായിട്ട് ഒരിക്കലും പോയതായിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഈവൻ അതായത് വളരെ ചെറുപ്പത്തിലെ സിനിമയിൽ വന്നു, സിനിമയുടെ ഭാഗമായിട്ട് യാത്രകൾ ചെയ്തപ്പോൾ സ്ഥലങ്ങൾ കണ്ടു. അതിൻ്റെ പിന്നീട് ഡാൻസ് പരിപാടികളുടെ ഭാഗമായിട്ട് യാത്ര ചെയ്തപ്പോൾ സ്ഥലങ്ങൾ കണ്ടു. അപ്പം എവിടെ പോകുമ്പോഴും എന്തെങ്കിലും ഒരു പർപ്പസ് ജോലി പോകാൻ പറ്റുന്നില്ല, പോകാൻ പറ്റണില്ല. അങ്ങനെ ഒരു യാത്രയല്ല, അങ്ങനെ ഒരു ശീലമായി. നമുക്ക് വേണ്ടി ഒരു യാത്രയില്ല, അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അമ്പലങ്ങളിലേക്കും ഒക്കെ തന്നെയാണ്. അപ്പോഴും അതിന്റെ ഭക്തിയോടുകൂടിയുള്ള യാത്രയാണല്ലോ. അങ്ങനെ ഒരു യാത്രയാണ്. ഈ ജീവിതത്തിൽ നമുക്ക് പല വീഴ്ചകളും പറ്റും അല്ലേ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീഴ്ചകളുണ്ട്, ദിവ്യക്കുണ്ടാവും. അങ്ങനെ ഒരു വീഴ്ചകളൊക്കെ സംഭവിക്കും. നമ്മളൊന്ന് ഉയർത്തിപ്പിടിക്കാൻ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഒരു കൈത്താങ്ങാകാൻ, അങ്ങനെ ഒരാളുടെ പേര് പറയാൻ പറ്റുന്ന ദിവ്യ ആരുടെ പേര് പറയും? ജീവിതത്തിൽ പല വീഴ്ചകളും ആളുകൾക്ക് സംഭവിക്കും. അച്ഛൻ, അമ്മ, നൃത്തം. കോൺസ്റ്റന്റ് പ്രസൻസ് ആണ്. അച്ഛൻ ഇപ്പൊ ഇല്ല, പക്ഷെ അച്ഛൻ തന്ന ശക്തി കൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ അമ്മ, ഡാൻസ്. അച്ഛനാണല്ലോ എവിടെയും യാത്രയ്ക്ക് ഉണ്ടാവുന്നത്. അച്ഛനാണ് കൂടെ ഉണ്ടായിരുന്നത്. ലൊക്കേഷനിലേക്കാണെങ്കിലും അച്ഛന്റെ കൂടെ കൈപിടിച്ച് അച്ഛന്റെ കൂടെ തന്നെ. അമ്മയ്ക്ക് അവിടെ ടെൻഷൻ ആയിരിക്കും എക്സാം ഒക്കെ ആകുമ്പോൾ. പഠിക്കുന്ന സമയത്തൊക്കെ ഷൂട്ടിന് വരാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എക്സാം സമയത്ത് ഷൂട്ടിനായിരിക്കും. അതെ. എക്സാം എഴുതിയിട്ട് തിരിച്ച് ഒറ്റപ്പാലത്ത് ഷൂട്ടാണെങ്കിൽ രാവിലെ എക്സാം എഴുതി ഉച്ചയ്ക്ക് ഒറ്റപ്പാലത്ത് പോയി നൈറ്റ് വരെ ഷൂട്ട് ചെയ്ത് പിന്നെ രാത്രി ഓടിച്ച് വന്ന് കിടന്ന് എക്സാം എഴുതി പിറ്റേ ദിവസം, അങ്ങനെ 5 ദിവസം. മിഡ് ടേം പരീക്ഷയ്ക്കൊക്കെ ഒരു പരീക്ഷ മിസ് ചെയ്യാൻ സമ്മതിക്കില്ല. അത് സമ്മതിക്കത്തില്ല. അഭിനയിക്കാൻ പോകുമ്പോൾ പരീക്ഷ എഴുതുകയും ചെയ്യണം. ഒരു പരീക്ഷയും കളഞ്ഞിട്ടില്ല, ഒരു പരീക്ഷയും മിസ്സായിട്ടില്ല. അല്ലെങ്കിൽ അടുത്ത തവണ എഴുതിയെടുക്കൽ, അങ്ങനത്തെ ഒരു പരിപാടിക്കും ഒന്നും ഇല്ല എന്നുള്ള പറച്ചിൽ അഗ്രിമെന്റിലാണ് സിനിമയിൽ. ഈ നൃത്തവും അച്ഛനും അമ്മയുമാണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരു എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഉയർത്തെഴുന്നേൽക്കുക, നൃത്തം അത്രമാത്രം സ്നേഹിക്കുന്നു അല്ലേ? നൃത്തത്തിനാണല്ലോ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്നേഹിക്കുന്നത്. ഈ നൃത്തം കൊണ്ട് നമുക്കൊരു ദുഃഖം വരുമ്പോൾ, നമ്മൾ പഠിച്ച നൃത്തങ്ങളുണ്ടാകാം, നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ച് കണ്ടാൽ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഏത് നൃത്തത്തിന്റെ ഒരു വിഷനായിരിക്കും? അത് ഓരോ മൂഡ് അനുസരിച്ചിരിക്കും. അതിപ്പോ ദുഃഖം എന്തിനെ ചിലപ്പോ ഭഗവതി ആയിരിക്കും, ചിലപ്പോ കൃഷ്ണനായിരിക്കും, ചിലപ്പോൾ ശിവനായിരിക്കും. പക്ഷെ എല്ലാം മീഡിയം നൃത്തമാണ്. അതാണ് നമ്മൾ മറന്നു പോകുന്നത്. അതൊരു ഭയങ്കര ഒരു ഫിലോസോഫിക്കലാണ് അത് ആക്ച്വലി. ബിക്കോസ് ആ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള കണക്ഷനാണ്. അത് ഞാൻ ചോദിച്ചത് കൃത്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് തോന്നുന്നു. നമ്മൾ ഓരോരുത്തർക്കും ഓരോ വ്യൂ ആണല്ലോ. നൃത്തത്തിൽ പ്രണയിക്കാൻ നമുക്ക് എന്തായാലും ദുഃഖത്തിൽ അങ്ങനെ വരും, സന്തോഷത്തിലും ഉണ്ടാവും. സന്തോഷത്തിലും കൂടുതലുണ്ടാവും. സന്തോഷത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്ന പല രൂപങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുക അല്ലേ? ഈ സിനിമ ചെയ്തു വെച്ച സിനിമകളെല്ലാം നല്ലതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വേണ്ട എന്ന് തോന്നിയ സിനിമകളുണ്ടായിരുന്നു, നമ്മൾ ചെയ്തിട്ട് അത് വേണ്ടായിരുന്നു, എനിക്ക് ആ സിനിമയിൽ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും ജീവിതത്തിൽ? ആക്ച്വലി അങ്ങനെ ഇല്ല. എല്ലാവരും എന്നോട് ഞാൻ ചെയ്തേക്കുന്ന എല്ലാ സിനിമകൾ പറ്റിയും ഇപ്പോഴും എനിക്ക് മെസ്സേജസ് വരാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്. സോ ഐ തിങ്ക് കറക്റ്റായിരുന്നു ഒന്നും തെറ്റുപറ്റിയിട്ടില്ല അല്ലേ? അത് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും അല്ലെ? ചെയ്ത സിനിമകൾ കഥാപാത്രം പറയണതിന്റെ അല്ല, ആളുകൾ പറയണു. പിന്നെ നമ്മൾ സെലക്ട് ചെയ്തതല്ല, ഇതൊന്നും ഭഗവാനായിട്ട് കൊണ്ട് തന്നതാണ്. സോ സ്ക്രിപ്റ്റുകൾ കേൾക്കുന്ന ആ കാലത്ത് ആരായിരുന്നു? അച്ഛനായിരുന്നു? ഒന്നും കേൾക്കില്ല, അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ പിന്നീട് ഇപ്പോഴാണ് അതൊക്കെ. ഞാൻ ഇപ്പോഴും കൂടെ പറയായിരുന്നു പലരുടെ അടുത്തും, ഈ റീഡിങ്ങും റിഹേഴ്സലും കോസ്റ്റ്യൂം ട്രയലും ലുക്ക് ട്രയലും അതൊക്കെ പുതിയ കോൺസെപ്റ്റ്സ് ആണ്, നല്ലതാണ്. ഞാൻ അതിനെ യെസ് ഗുഡ് ബാഡ് എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ നമുക്ക് ഉണ്ടായിരുന്നില്ല ഈ മോണിറ്റർ, അതൊന്നും നമ്മൾക്ക്. ഇതൊക്കെ പുതിയതാണ്. ഞാനിത് ഈ വളർച്ചയൊക്കെ കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അത്. ബിക്കോസ് വിളിക്കുന്നത് ഇപ്പോൾ ഐ.വി. ശശി സാർ, രണ്ടാമത്തെ സിനിമ. സോ സാറിനോട് എന്ത് നമ്മൾ പറയും? ഒന്നും പറയാൻ പറ്റില്ല. സാർ കഥ പറയൂ, ക്യാരക്ടർ കേൾക്കട്ടെ. നോ. ഭരതൻ സാറിനോട്, സാർ എനിക്കൊരു ഡേറ്റ് തരുമെന്ന് പറഞ്ഞാൽ, ആ സാർ കഥ പറഞ്ഞിട്ട് ഞാൻ പറയുമോ? നമ്മളില്ല. ആര് പറയും? ആർക്കും പറയാൻ പറ്റില്ല. ലോഹി അങ്കിളിനോട് ആര് പറയും? സിദ്ദിഖ് ലാലിനോട് ആര് പറയും? സിദ്ദിഖ് സാറൊക്കെ നോ. ആരോട് നോക്കുക? സിബി മലയിൽ സിബി സാറിനോട്,
സിബ് സാറിന്റെ കൂടെ 3 സിനിമ ചെയ്തിട്ടുണ്ട്. 3 സിനിമ ഉണ്ടല്ലേ? നീ വരുവോളം ചെയ്തു, പ്രണയവർണ്ണങ്ങൾ ചെയ്തു, ഉസ്താദ് ചെയ്തു. എനിക്ക് ഉസ്താദും പ്രണയവർണ്ണങ്ങൾ മറ്റേത് എനിക്ക് ഓർമ്മയിൽ വന്നില്ല. ആദ്യം നീ വരുവോളാണ് ചെയ്തത്, എൻ്റെ 4ാമത്തെ സിനിമയായിരുന്നു. രാജസേൻ സാറിൻ്റെ കൂടെ കഥാനായകൻ. സോ ഇവരുടെയൊക്കെ വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇല്ല, അച്ഛനും കഥ കേട്ടിട്ടില്ല, ഒന്നുമില്ല. കോസ്റ്റ്യൂം ട്രയലും അങ്ങനത്തെ ഒന്നുമില്ല. അളവ് കൊടുക്കാൻ പറയും, അളവെടുക്കും, കോസ്റ്റ്യൂംസ് റെഡി ആയിരിക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് പതുക്കെ പതുക്കെ നമ്മളൊരു 2-3 ദിവസത്തിൽ നമ്മൾ ഫുൾ കഥ അറിയും. അതെ അതെ, അവിടെ പറഞ്ഞു കേട്ട കഥകൾ അറിഞ്ഞു പോകും. ദാറ്റ്സ് ഓൾ. ആൻഡ് അതും ഒരിക്കലും ഒരു അയ്യോ ഇത് മിസ്റ്റേക്ക് ആയിട്ട് അല്ലെങ്കിൽ അയ്യോ അറിയാണ്ട് വന്ന് പെട്ടു അങ്ങനെയൊന്നും. അതൊക്കെ എന്താ പറയുക, അതൊരു ബ്ലെസ്സിങ് ആണ്. ഇതൊക്കെ നമുക്ക് അമളി പറ്റിയെന്നൊന്നും തോന്നേണ്ടി വന്നിട്ട് പോലും ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അന്നത്തെ നമ്മൾ ഈ പറഞ്ഞ സംവിധായകന്മാർ ഏറ്റവും നമ്പർ 1 സംവിധായകരുടെ കൂടിയാണ് അന്ന് കൈകോർത്തത്. അത് വലിയൊരു മഹാഭാഗ്യമാണ്. ആർക്കും കിട്ടാത്ത ഭാഗ്യം എന്ന് പറയും. വളരെ ചുരുക്കം ആളുകൾക്കാണ് അത്തരം ഭാഗ്യം കിട്ടുന്നത്. ആ ദിവ്യാവുണ്ണിയാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അന്നത്തെ ദിവ്യാവുണ്ണി തന്നെയാണ് ഇന്നും എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് തോന്നുന്നു. ആ കണ്ണെഴുത്താണെങ്കിലും അതിനൊന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അന്നും ഇന്നും അതേ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേറെ സ്റ്റൈലാക്കാൻ വേണ്ടി, പക്ഷെ അതിലേക്കൊന്നും ദിവ്യാവുണ്ണി എന്ന നടി, ആ നർത്തകി മാറിയിട്ടില്ല. അങ്ങനെ മാറണ്ട എന്ന് സ്വയം തീരുമാനിച്ചാണോ? ഇല്ല, അങ്ങനെ എന്താ പറയാ, മാറ്റങ്ങളുടെ ആവശ്യം വന്നിട്ടില്ല. മാറിയില്ലെന്ന് ചോദിച്ചാൽ ലൈക്ക് നമുക്ക് ഇന്റലക്ച്വൽ ഗ്രോത്ത് ഉണ്ടായാൽ മതിയല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഗ്രോത്ത് വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ വളരെ കുറച്ച് പ്രാധാന്യം കൊടുക്കുള്ളായിരിക്കും. അതായിരിക്കാം, എനിക്കറിയില്ല. അല്ല, USA ജീവിക്കുന്നു, ഒന്നിലൊരു മാറ്റം സംഭവിക്കുന്നില്ല. ദിവ്യയായിട്ട് മലയാളികളുടെ പ്രിയപ്പെട്ട അയൽവക്കത്തുള്ള ആ പെൺകുട്ടിയെ പോലെ തന്നെയാണ് ഇന്നും ഇരിക്കുന്നത്. അത് കർമ്മരംഗം ഒന്നാണ് എല്ലായിടത്തും, അതുകൊണ്ടാണ്. നൃത്തം അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ കൾച്ചർ എനിക്ക് അവിടെയും കീപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് കൾച്ചറിനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് അവിടെയും പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ എത്തിയതും. അതായത് ഞാൻ താമസിക്കുന്നിടത്ത് ഇപ്പോൾ വലിയൊരു ഇപ്പോൾ മഞ്ഞ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു വേറെ ജീവിത രീതി ഫോളോ ചെയ്യേണ്ട ഒരു സ്ഥലമൊന്നുമല്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ പച്ചക്കറികളൊക്കെ വളരും. കരിവേപ്പില തൊട്ട് പാവയ്ക്ക തൊട്ട് എല്ലാം വളരുന്ന നിറച്ച് അമ്പലങ്ങളുള്ള, നിറച്ച് മലയാളികളുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്, ടെക്സസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു വലിയ ചേഞ്ച് എൻ്റെ ജീവിത രീതിയിലോ ഒന്നും എനിക്ക് വരുത്തേണ്ടി വന്നിട്ടില്ല. ഒന്നിലും വന്നിട്ടില്ല. അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഒരു രീതിക്ക് ഒരു മാറ്റം എനിക്കൊന്ന് അന്ന് ലൊക്കേഷനിലൊക്കെ ഞാൻ പിന്നീട് കേട്ട, അന്ന് ലൊക്കേഷനിൽ ദിവ്യാവണ്ണി വരുമ്പോൾ ഒരു നാടൻ പെൺകുട്ടിയായിട്ട് വരും. ഈ കണ്ണെഴുത്ത് ഒരു നിർബന്ധമായിരുന്നു. ദിവ്യാവണ്ണി കണ്ണെഴുതിയേ വരികയുള്ളൂ. അത് സത്യം തന്നെയല്ലേ? അതെ അതെ, വീട്ടിൽ തന്നെ അങ്ങനെ സെറ്റ് ചെയ്താണ്. അച്ഛനത് ഇമ്പോർട്ടന്റ് ആയിരുന്നു. കണ്ണെഴുതണം, പൊട്ടു തൊടണം എന്നുള്ളത്. ചന്ദനവും രാവിലെ കുളിച്ചാൽ തൊടണം എന്നുള്ളത്. അത് അങ്ങനെ തന്നെ തുടർന്ന് ട്രെയിനിങ് തുടർന്ന് തന്നെ. പിന്നെ അവിടെ ക്യാരക്ടറിന് വേണ്ടി മാത്രമാണ് മാറുന്നുള്ളൂ. അതെ 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 അല്ലേ? അതെ.